എന്ന് മാത്രം ഉച്ചരിച്ചാൽ പോരെ, എന്തിനാണ് മുഹമ്മദുർ റസൂലുള്ള പറയുന്നത് എന്നാണ്. മുഹമ്മദുർ റസൂലുള്ള എന്ന വാചകത്തിന്റെ അർത്ഥം യജമാനനായ റബ്ബിലേക്ക് ബന്ധപ്പെടാനും ഇടപെടാനും ഞാനൊരു ഇടയാളനെ സമ്മതിക്കുന്നു എന്നതാണെങ്കിൽ, ആ ഇടയാളനായി അള്ളാന്റെ റസൂലിനെ സ്വീകരിക്കുമ്പോഴാണ്, മധ്യവർത്തിയായി അള്ളാന്റെ ഹബീബിനെ അംഗീകരിക്കുമ്പോഴാണ്, സുഹൃത്തുക്കളെ, ഒരാളുടെ തൗഹീദ് പരിപൂർണമാകുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചത് ആയുധം കൊണ്ടല്ല, വിപ്ലവം കൊണ്ടല്ല, കലഹം കൊണ്ടല്ല, കലാപം കൊണ്ടല്ല. അള്ളാന്റെ ഹബീബിന്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് വടിഞ്ഞൊഴുകിയ റിസാലത്തിന്റെ പവറുണ്ട്. അള്ളാഹു ഹബീബിലേക്ക് കൊടുത്ത മുഅ്ജിസത്തിന്റെ അസാധാരണമായ കഴിവുകളുണ്ട്. ആ കഴിവുകളിലൂടെയാണ് ആ പ്രവാചകൻ ഏറ്റവും മതമരായ ഒരു ജനതയെ ഏറ്റവും ചെറിയ കാലഘട്ടം കൊണ്ട് വിപ്ലവത്തിലൂടെ വിജയിപ്പിച്ചെടുത്ത ലോകത്തിന്റെ ഏറ്റവും മാതൃകായോഗ്യനായ സമുദ്ധാരകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും മോശപ്പെട്ട ആളുകളെ ഏറ്റവും സമുന്നതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞത് എന്ന് ലോകം ഹബീബിന്റെ ജീവിതത്തിന്റെ മുന്നിൽ അത്ഭുതം കൂറുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാണിച്ച ആയുധമേതാണ്? അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിച്ച ആയുധമേതാണ്? അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തിന്റെ പവറാണ്. ഏത് എതിരാളിയെയും അള്ളാന്റെ ഹബീബ് മുഅ്ജിസത്ത് കൊണ്ട് കീഴടക്കുകയാണ്. തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന അക്രമകാരിയായ ഒരു മനുഷ്യന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച വാളിന്റെ മിന്നൽ പിണരുകളിലൂടെ ലോകത്തെ കീഴടക്കി ഒരു പ്രബോധനം റസൂലുള്ള നിർവഹിച്ചിട്ടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പരിസരത്ത് വഅള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ വഅള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിന്റെ പരിസരത്തു കൂടെ ഏതോ ഒരു കാട്ടിൽ നിന്ന് വേട്ടയാടി പിടിച്ച ഒരു ഉടുമ്പിനെ കൈപ്പിടിച്ച് ഒരു അയറാബി തന്റെ വീട്ടിലേക്ക് പോകാൻ. ആ അയറാബി തന്റെ കയ്യിൽ ഒരു ഉടുമ്പിനെ വേട്ടയാടി പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പം വഴിയോരത്ത് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളെ കാണുമ്പോൾ, സഹോദരന്മാരെ, പരിസരവാസികളോട് ആ അയറാബി ചോദിച്ചു, മാ ഹാദാ, ഈ മനുഷ്യനാരാണ്? ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാരാണ്? ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാരാണ്? അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചാണ് അഅറാബിയുടെ അന്വേഷണം. ആളുകൾ പറഞ്ഞു, ഹാദല്ലദീ യുദ്കർ അന്നഹു നബി, അറബികൾക്കിടയിൽ നബിയാണെന്ന് വാദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത ആളാണ് ഇദ്ദേഹമെന്ന് ആ അഅറാബിയോട് പരിസരവാസികൾ വിശദീകരിച്ചു കൊടുക്കുമ്പോ, കാലങ്ങളായി അള്ളാന്റെ ഹബീബിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയോടെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ ഹബീബ് കുടുംബം കലക്കിയവനാണ്. അള്ളാഹുവിന്റെ ഹബീബ് നാട് ഭിന്നിപ്പിച്ചവനാണ്. അള്ളാഹുവിന്റെ ഹബീബ് ജനങ്ങളെ കബളിപ്പിക്കുന്നവനാണ്. ഈ നിലക്കുള്ള ആരോപണങ്ങളെ കൊണ്ട് അള്ളാന്റെ ഹബീബിനെ തെറ്റിദ്ധരിച്ച് അടങ്ങാത്ത വെറുപ്പിന്റെ തീക്കനലുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന അഅറാബിയോട്, ആ പ്രവാചകനാണ് തന്റെ തൊട്ടു മുമ്പിലുള്ളത് എന്ന് പരിസരവാസികൾ പറയുമ്പോ, കാലങ്ങളായി അന്ധമായ വെറുപ്പ് കൽബിൽ സൂക്ഷിച്ചുകൊണ്ട് താൻ ആരെക്കുറിച്ചാണോ ജീവിക്കുന്നത് ആ വ്യക്തിയാണ് തന്റെ മുന്നിലെന്ന് അറിയുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് ആ അഅറാബി തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച വെറുപ്പിന്റെ അലയൊലികൾ നാക്കിൻ തുമ്പുകളിലൂടെ തെറികളായി, ആക്ഷേപങ്ങളായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അഅറാബി കടന്നു ചെല്ലുകയാണ്. ആ അഅറാബി അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചു മനസ്സിൽ സൂക്ഷിച്ച വികാരങ്ങൾ മുഴുവനും പ്രകടിപ്പിച്ച് ആ ഹബീബിനെ ആക്ഷേപിക്കുകയാണ്, അവിടത്തെ അവഹേളിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ നിരന്തരമായി ആ സദസ്സിൽ വെച്ച് സമയങ്ങളോളം അള്ളാന്റെ ഹബീബിനെ അഅറാബി തെറി പറയുകയാണ്. കുറെ തെറി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആക്ഷേപങ്ങളെ മുഴുവനും സുന്ദരമായ പുഞ്ചിരിയോടെ പ്രതിരോധിച്ച് കേട്ടുനിന്നു.
കുറേ അങ്ങ് പറഞ്ഞപ്പോ പിന്നെ അഅ്റാബി സൈലന്റായി. അതേത് മനുഷ്യന്റെ സ്വഭാവം. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കുറെ പറഞ്ഞാൽ തീരും. എത്ര പറഞ്ഞാലും ദേഷ്യം തീരാത്ത കുറച്ച് ആൾക്കാർ ഞങ്ങളെ മലപ്പുറത്തൊക്കെ ഉണ്ട്. 10-30 കൊല്ലായി ഓല് AP ഉസ്താദിനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. ഇതുവരെ തീർന്നിട്ടില്ല. അത് ഒറ്റപ്പെട്ട അനുഭവങ്ങളാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം കൽബിലുണ്ടെങ്കിൽ കുറെയൊക്കെ പറഞ്ഞാൽ തീരലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറെ ചീത്ത പറഞ്ഞ ശേഷം ആ അഅ്റാബി തന്റെ മുന്നിൽ സൈലന്റായി നിൽക്കുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മതിവരുവോളം ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി തന്റെ മുന്നിൽ നിൽക്കുന്ന അഅ്റാബിയോട് ഒരു വെറുപ്പിന്റെ തീക്കനലോ വെറുപ്പിന്റെ നെറ്റിചുളിച്ചിലോ പ്രകടിപ്പിക്കാതെ അല്ലാഹുവിന്റെ ഹബീബ് ആ അഅ്റാബിയോട് ചോദിക്കുകയാണ്, മാ ഹമലക അലാ അൻ ഖുൽത മാ ഖുൽത. മോനെ, എന്റെ സദസ്സിൽ വന്നുകൊണ്ട് നീ ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞില്ലയോ? നീ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞില്ലയോ? വഖുൽത ഗൈറൽ ഹഖ്, പറഞ്ഞത് മുഴുവനും അസത്യങ്ങളാണ് മോനെ. ഈ അസത്യങ്ങളായ വാക്കുകൾ മുഴുവനും, അപരാധങ്ങൾ മുഴുവനും, ആക്ഷേപങ്ങൾ മുഴുവനും എന്നെക്കുറിച്ച് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്താണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅ്റാബിയോട്, ഇങ്ങോട്ട് തെറി പറഞ്ഞവനോട്, ഇങ്ങോട്ട് ആക്ഷേപിച്ചവനോട്, തന്റെ അനുയായികളുടെ മുന്നിൽ വന്ന് ഏകപക്ഷീയമായി തന്നെ അപമാനിച്ചവനോട് ആ വിചാരങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കാതെ സ്നേഹത്തോടെ റസൂലുള്ള സംവദിക്കുമ്പോ അഅ്റാബി അതും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കണം. അഅ്റാബിയെ ഞാൻ ഈ മനുഷ്യനെ ഇത്രത്തോളം തെറി പറഞ്ഞിട്ട് അദ്ദേഹം എന്തുകൊണ്ട് എന്നോട് അതേ സമീപനം സ്വീകരിക്കുന്നില്ല? അള്ളാഹുവിന്റെ ഹബീബ് തന്റെ എതിരാളിയോട് പ്രകടിപ്പിച്ച സ്നേഹത്തെ പോലും ആ അഅ്റാബി തെറ്റിദ്ധരിക്കാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് സാധാരണഗതിയിൽ ഏത് മനുഷ്യനെ കണ്ടാലും ചിരിച്ചു സമീപിക്കുന്ന വ്യക്തിത്വമാണ്. ഞങ്ങളെ മലപ്പുറത്തൊക്കെ ചിലർ പറയും AP ആൾക്കാരെ ചിരിച്ചു കുപ്പിയിലാക്കുകയാണ്. അത് ഉസ്താദിന്റെ ഒരു സമീപനാണ്. ആ സമീപനത്തിൽ എതിരാളിയോട് പോലും സ്നേഹത്തോടെ ഉസ്താദ് പെരുമാറുന്നു എന്നതുപോലും ചിലർ തെറ്റിദ്ധരിക്കാൻ. AP ഉസ്താദ് ഒരു എത്തീങ്ങാൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും തെറ്റായി മനസ്സിലാക്കുന്നവർ, പള്ളിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതും തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ, ഉസ്താദിന്റെ ഏത് ധർമ്മങ്ങളെയും പ്രവർത്തനങ്ങളെയും തെറ്റായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അതേത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു വ്യക്തിയോട് നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണ വന്നാൽ, ഒരു വ്യക്തിയോട് അന്ധമായ വെറുപ്പ് വന്നാൽ, ആ മനുഷ്യന്റെ നന്മ കാണാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ഇതുപോലെ അള്ളാന്റെ ഹബീബിനെ കാലങ്ങളായി തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന മനുഷ്യൻ ആ തെറ്റിദ്ധാരണയുടെ പിൻബലത്തിൽ മതിവരുവോളം അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിക്കപ്പെട്ട ഹബീബ് തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നു എന്ന് കണ്ടപ്പോൾ അതും അഅ്റാബി തെറ്റായി മനസ്സിലാക്കുകയാണ്. അള്ളാന്റെ ഹബീബ് അഅ്റാബിയോട് സ്നേഹത്തോടെ ചോദിക്കാണ്, മോനെ, എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ നീ അപരാധം പറഞ്ഞത്? നിന്നെ അതിന് പ്രേരിപ്പിച്ച ഘടകമെന്താണ്? അഅ്റാബി അതിന് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടുകാണ്ട് കുറെ സാധുക്കൾ നിങ്ങളെ ഗ്രൂപ്പിൽ ചേർന്നിക്കണം എന്ന് കരുതി നിങ്ങളുടെ ഈ ചിരിയും കളിയൊന്നും കണ്ടുകാണ്ട് തൽക്കാലം നിങ്ങളുടെ മതത്തിൽ ചേരാൻ എന്നെ കിട്ടൂല. എന്നോട് എത്ര സ്നേഹം കാട്ടിയിട്ടും കാര്യമില്ല, ഞാൻ നിങ്ങളെ മതത്തിലേക്ക് വരൂല. അള്ളാഹുവിന്റെ ഹബീബ് അവാ ശത്രുവിനോട് കാണിച്ച സ്നേഹം അതല്ലാന്റെ ഹബീബിന്റെ ധർമ്മമാണ്, അവിടത്തെ പെരുമാറ്റമാണ്, അവിടത്തെ ശൈലിയാണ്. പക്ഷേ അഅ്റാബി അതുപോലും തെറ്റിദ്ധരിച്ചു പറയാണ്, ലാമൻ തുബിക്ക്, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കൂല. അവയുമിന ബിക ഹാദൽ ലബ്ബ്,
വനാന്തരത്തിൽ നിന്ന് വേട്ടയാടി ഞാൻ കൊണ്ടുപോകുന്ന എന്റെ കയ്യിലുള്ള ഈ ഉടുമ്പില്ലേ, ആ ഉടുമ്പ് നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചാലല്ലാതെ ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കൂല. മിണ്ടാപ്രാണിയായ ഉടുമ്പ്, ആ ഉടുമ്പ് വിശ്വസിച്ചാലല്ലാതെ ഞാൻ വിശ്വസിക്കൂല എന്ന് അഅ്റാബി പറഞ്ഞത് ഉടുമ്പ് വിശ്വസിച്ചിട്ട് വിശ്വസിക്കാമെന്ന നിലക്കല്ല. ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് വയലിന് ചെന്നപ്പോ സ്റ്റേജിന്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു ബോർഡുണ്ട്, പള്ളി അവിടെയാണ്. അത് നിസ്കരിച്ചാനല്ലല്ലോ ചോദിക്കണേ, അത് കേസ് കൊടുക്കാനാണ്. ഇതുപോലെ ഈ ഉടുമ്പ് വിശ്വസിച്ചാലല്ലാതെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറയുന്നത് വിശ്വസിക്കാനല്ല. മിണ്ടാപ്രാണിയായ ഉടുമ്പ് എന്തായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല എന്നുള്ള ധൈര്യത്തിലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅ്റാബിയോട് പറഞ്ഞു, മോനെ നിന്റെ കയ്യിലുള്ള ഉടുമ്പിന്റെ കൈകാലുകൾ, ഉടുമ്പ് പറഞ്ഞാൽ മനസ്സിലാവില്ല, കൈകാലുകളെല്ലാം അയച്ചിട്ട് ആ ഉടുമ്പിനെ സ്വതന്ത്രമാക്കി താഴെ വെക്ക്. അഅ്റാബി പറഞ്ഞു, കുറെ റിസ്ക് എടുത്തിട്ട് ആ കാട്ടിൽ നിന്ന് ഞാൻ ഈ ഉടുമ്പിനെ വേട്ടയാടി പിടിച്ചു. നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ അതിനെ താഴെ വെച്ചാൽ അത് പോണ വഴി കാണൂല, അതുകൊണ്ട് ഞാൻ അതിനെ താഴെ വെക്കൂല. അള്ളാന്റെ ഹബീബിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ആ അഅ്റാബി തന്റെ കയ്യിലുള്ള ഉടുമ്പിന്റെ കൈകാലുകൾ സ്വതന്ത്രമാക്കിയതിനെ താഴെ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വിളിക്കുകയാണ്, യാ റബ്ബ്, ഓ ഉടുമ്പേ. അള്ളാന്റെ ഹബീബിന്റെ ഭാഗത്തു നിന്ന് വിളിയാളം വരുമ്പോൾ ഫഅജാബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന്റെ വിളിക്കുത്തരം നൽകി ഉടുമ്പ് പ്രതികരിക്കുകയാണ്, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സുന്ദരമായ സ്പഷ്ടമായ അറബി ഭാഷയില് അള്ളാന്റെ ഹബീബിന്റെ വിളിക്കുത്തരം നൽകി ഉടുമ്പ് പ്രതികരിക്കുകയാണ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറഞ്ഞ പ്രശ്നമാണ്. ആളുകൾ ചിന്തിക്കുന്നത് നേരെ റോങ്ങായിട്ടാണ്. ഉടുമ്പെങ്ങനെ സംസാരിക്കാനാണ്, ഉടുമ്പെങ്ങനെ സഞ്ചരിക്കാനാണ്, വൃക്ഷമെങ്ങനെ സഞ്ചരിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അമാനുഷികത്വങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളൊക്കെയും നേരത്തെ ഞാൻ പറഞ്ഞ ഭൗതികമായി ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച പുത്തൻ കക്ഷികൾ ചവറ്റുകൊട്ടയിലെറിയുന്ന കാലമാണ്. അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന ന്യായമാണ്. എന്നാൽ എങ്ങനെയാണ് ഉടുമ്പ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് വൃക്ഷം സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനോട് അള്ളാഹു നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹൽ അത്താ അലൽ ഇൻസാനി ഈനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഉടുമ്പെങ്ങനെ സംസാരിക്കാനായെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, പിതാവിന്റെ മുതുകിൽ ഇന്ദ്രിയത്തുള്ളികളായി ജീവിച്ചു മാതാവിന്റെ ഗർഭാശയത്തിൽ വന്ന് വിവിധങ്ങളായ പരിണാമങ്ങൾക്ക് വിധേയനായി ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, സുന്ദരനും വാചാലനുമായി നിന്നെ പടച്ച റബ്ബില്ലേ, അന്തക്കല്ലാഹു അന്തക്കഹാ കുല്ല ശൈ, അതേ നിന്നെ സംസാരിപ്പിച്ച റബ്ബേതാണോ, കേവലം ഇന്ദ്രിയത്തുള്ളിയായ നിന്നെ വാചാലനാക്കിയ റബ്ബേതാണോ, ആ റബ്ബ് ആ ഉടുമ്പിനെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. ആ ഉടുമ്പ് അള്ളാന്റെ ഹബീബിന്റെ വിളിക്കുത്തരം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മാ തഅബുദു യാ റബ്ബ്, ഓ ഉടുമ്പേ നീ ആരാധിക്കുന്നത് ആർക്കാണ്, നീ ഇബാദത്തെടുക്കുന്നത് ആരെയാണ്? ആ ഉടുമ്പിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണ്, റസൂൽ റബ്ബിൽ ആലമീൻ. ആരെയാണ് ആരാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഉടുമ്പ് പറയുന്ന മറുപടി, അല്ലദീ ഫിസ്സമായി അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു. അതേ പ്രവിശാലമായി പരന്നു കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ അധിപനാരാണ്, ആകാശലോകത്ത് സംവിധാനിച്ച അർശെന്ന സിംഹാസനത്തിന്റെ സർവാധിപതിയാരാണ്,
ആർത്തിരമ്പുന്ന തിരമാലകൾക്കിടയിലൂടെ മനുഷ്യന് സഞ്ചാര സംവിധാനം സൃഷ്ടിച്ച റബ്ബാരാ, ആ റബ്ബിനാണ് എന്റെ ആരാധന. മിണ്ടാ പ്രാണിയായ ഉടുമ്പ് അറാബിയായ മനുഷ്യന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനോട് വാചാലമായി മറുപടി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത ചോദ്യം വരികയാണ്, ഞാൻ ആരാണ് ഉടുമ്പേ? ഞാൻ ആരാണ്? എന്നെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഉടുമ്പ് പറയുന്നു, റസൂലു റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ ദൂതരാണ്. ഫമൻ സദ്ദഖക ഫഖദ് അഫ്ലഹ, ആര് നിങ്ങളെ വിശ്വസിക്കുന്നുവോ അവൻ വിജയിച്ചവനാണ്. വമൻ കദബക ഫഖദ് ഖാബ്, ആരങ്ങയെ കളവാക്കുന്നുവോ അവൻ പരാജയപ്പെട്ടവനാണ്. അള്ളാന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് അടങ്ങാത്ത വെറുപ്പുമായി വന്ന് തന്റെ നാട്ടിൻ തുമ്പുകളിലൂടെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അള്ളാന്റെ ഹബീബിനെ അപമാനിച്ച അറാബി ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകിയ മുഅ്ജിസത്തിന്റെ മധുരം കാണുമ്പോൾ അവിടെ വെച്ചുകൊണ്ടുറക്കെ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് ആ ഹബീബിന്റെ ജീവിതത്തിലെ റിസാലത്തിന്റെ മധുരം ആ അറാബിയുടെ മനതലങ്ങളിലേക്ക് അങ്കുരിച്ചപ്പോൾ ആ ഹൃദയാന്തരാളത്തിൽ നിന്ന് പുറപ്പെടുന്ന തൗഹീദിന്റെ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ആ അറാബി മുസ്ലിമാവുകയാണ്. ഒരായുധവും ഉപയോഗിച്ചിട്ടില്ല, ഒരു പ്രകോപനവും നടത്തിയിട്ടില്ല. ആ അറാബി ഹബീബിന്റെ മുന്നിൽ വെച്ച് പറയാണ്, നബിയേ, അങ്ങയുടെ സദസ്സിലേക്ക് ഞാൻ വരുമ്പോ അങ്ങയോട് വെറുപ്പുള്ളതുപോലെ, അങ്ങയോട് വിദ്വേഷമുള്ളതുപോലെ, അങ്ങയോട് അടങ്ങാത്ത വെറുപ്പന്റെ മനസ്സിലുള്ളതുപോലെ ലോകത്തൊരാളെയും ഞാൻ വെറുത്തിട്ടില്ല, ലോകത്തൊരാളോടും ഞാൻ വൈരാഗ്യം വെച്ചിട്ടില്ല. എന്നാൽ ഇവിടെ വെച്ച് ഞാൻ അങ്ങയോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അങ്ങയോട് സ്നേഹമുള്ളതുപോലെ ഞാൻ എന്റെ ശരീരത്തെ പോലും സ്നേഹിക്കുന്നില്ല നബിയേ. സുഹൃത്തുക്കളെ, ജയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് ലോകത്താര് റസൂലുള്ളാഹിനെ സ്നേഹിക്കാനാണ്, ലോകത്താര് ഇസ്ലാമിനെ പ്രണയിക്കാനാണ്, അങ്ങനെ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകാനാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഇസ്ലാം ലോകത്ത് വളരുന്നത് ആത്മീയത കൊണ്ടാണ്, ആത്മീയ ഇടപെടൽ കൊണ്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് ആ അറാബി യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അതേ, ഇന്നദ്ദീന യഅലൂ വലാ യുലാ. സഹോദരാ, ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഈ മതത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ മതം ലോകത്തെ മുഴുവൻ ചിന്തകളെയും അതിജയിക്കുന്ന ചിന്തയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തെ എല്ലാ ചിന്തകളെയും അതിജയിക്കുന്ന ഇലാഹിയായ ദർശനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, വലാ തുഖ്ബലു ഇല്ലാ ബിസ്സലാത്ത്. പക്ഷേ ആ ദീന് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിസ്കാരം ആവശ്യമാണ്. നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ ചില ചെറുപ്പക്കാരുണ്ട്, ദീനിനു വേണ്ടി ഉശിരൻ പോരാട്ടം നടത്തും. അവർ നിസ്കാരത്തിൽ എങ്ങനെ കുനൂത്ത് ഓതണോ ഓതണ്ടേ അതുപോലെ പ്രശ്നമല്ല, ഖുതുബ അറബിയിൽ ഓതണോ ഓതണ്ടേ അതവരുടെ അജണ്ടയല്ല, അതുപോലെ വിശുദ്ധമായ പള്ളിയുടെ സ്ഥാനം എന്തല്ല എന്നത് അവരുടെ വിഷയമല്ല, ജുമാ ജമാഅത്തിലെ മെമ്പർമാരാര് എന്നത് അവരുടെ തർക്കത്തിൽപ്പെട്ടതല്ല. അതേ സമയത്ത് ഇസ്ലാമിന്റെ പോരാട്ടം എന്നത് കേവലം ഒരു പീച്ചാങ്കത്തിയിൽ പരിമിതപ്പെടുത്തുന്ന അപക്രമതികൾ. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ഇസ്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ എല്ലാ ചിന്തകളെയും അതിജയിക്കുന്ന ഇലാഹിയായ ദർശനമായി ഇസ്ലാമിന് ലോകത്തെ കീഴടക്കണമെങ്കിൽ പരിപൂർണ മാപ്പളയാകുക എന്നതാണ് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ആശയം. വലാ തുഖ്ബലു ഇല്ലാ ബിസ്സലാത്ത്. നിസ്കാരം കൊണ്ടല്ലാതെ, നിസ്കാരം മുഖേനയല്ലാതെ
ഒരിക്കലും ആ ദീൻ അല്ലാഹു സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, ദീനിന് വേണ്ടി ശബ്ദിക്കുന്ന, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദീനിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഏതൊക്കെ സംഘടനകളുണ്ടോ, ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ, ആ പ്രസ്ഥാനങ്ങൾ മുഴുവനും സ്വീകരിക്കേണ്ട സമീപനമാണ് ഹബീബ് ഇവിടെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് രാജ്യത്ത് നടക്കുന്നതെന്താണ്? ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവർ, ഇസ്ലാമിന്റെ അഡ്രസ് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവർ, ലോകത്തൊരു ഇലക്ഷന്റെ വിജയാഹ്ലാദം നടത്തുമ്പോൾ, ലോകത്തൊരു ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ, അതേ മതമില്ലാത്തവർ പോലും ചെയ്യാത്ത, അള്ളാഹുവിന്റെ പേരിൽ പ്രവർത്തിക്കാത്ത സെക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യാത്ത തമ്മാടിത്തങ്ങള്, മതത്തിന്റെ മേലങ്കി അണിഞ്ഞവർ, മതത്തിന്റെ അഡ്രസ് അവകാശപ്പെടുന്നവർ ചെയ്തു കൂട്ടുന്ന കാലമാണ്. സുഹൃത്തുക്കളെ, മുസ്ലിമാകാതെ ഇസ്ലാമില്ല. മുമ്പൊരു കാലത്ത് ശംസുൽ ഉലമ ഉറക്കെ ആശയം പറഞ്ഞത് ഇന്നും നമ്മുടെ ശ്രവണവിടങ്ങളിലെത്തുകയാണ്. ഇസ്ലാമില്ലാതെ യാതൊന്നുമില്ല. ആദ്യം വേണ്ടത് ഇസ്ലാമാണ്, ആദ്യം വേണ്ടത് മുസ്ലിമാണ്. മുസ്ലിമില്ലാതെ മറ്റു സംഘങ്ങളുണ്ടായിട്ട് കാര്യമില്ല, ഇസ്ലാമില്ലാതെ അധികാരമുണ്ടായിട്ട് കാര്യമില്ല, ഇസ്ലാമില്ലാതെ MLA-മാരുണ്ടായിട്ട് കാര്യമില്ല, ഇസ്ലാമില്ലാതെ അധികാരമുണ്ടായിട്ട് കാര്യമില്ല. ഇന്നദ്ദീന യഅലൂ വലാ യുലാം. എല്ലാത്തിനെയും അതിജയിക്കുന്ന പ്രസ്ഥാനമായി ഇസ്ലാമിന് നിലനിൽക്കാൻ കഴിയും. പക്ഷേ ആ ഇസ്ലാം വലാ തുഖ്ബലു ഇല്ലാ ബിസ്സലാ, നിസ്കാരമില്ലാതെ ആ ദീനില്ല. വലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ ബിഖുർആൻ, ഖുർആൻ ഇല്ലാതെ നിസ്കാരവുമില്ല. സുഹൃത്തുക്കളെ, എന്നിട്ട് അള്ളാന്റെ ഹബീബ് ആ പ്രസംഗം അവിടെ അവസാനിപ്പിക്കുമ്പോ അഅറാബി പറയുന്നു, അല്ലിംനി യാ റസൂലല്ലാഹ്, നബിയെ കുറച്ചുകൂടി എനിക്ക് വഅ്ള് പറഞ്ഞു തരണം. ആ സദസ്സിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഓതിക്കൊടുക്കുകയാണ്. ഇഖ്ലാസ് സൂറത്ത് ആ അഅറാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഇഖ്ലാസ് സൂറത്ത് അഅറാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ സൂറത്ത് കേൾക്കുമ്പോൾ അഅറാബി പറയുന്നു, ലൈസ ഹാദാ ബിശിഅർ, നബിയേ ഇതൊരു പാട്ടല്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് പാട്ടല്ല, അത് പദ്യമല്ല, ഗദ്യമല്ല, കലാമു റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിന്റെ കലാമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഒരു പ്രാവശ്യം ഒരാൾ ഓതിയാൽ വിശുദ്ധമായ ഖുർആനിന്റെ 1/3 ഓതിയ കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ ഖുൽ ഹുവല്ലാഹു സൂറത്ത് 2 പ്രാവശ്യം ഓതിയാൽ വിശുദ്ധമായ ഖുർആനിന്റെ 2/3 ഓതിയ കൂലിയുണ്ട്. ആ ഖുൽ ഹുവല്ലാഹു സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ അതേ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനും. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, മുമ്പ് കാലം മുതലേ നമ്മുടെ കല്യാണ വീട്ടിൽ ഖുൽ ഹുവല്ലാഹു ഉണ്ട്, നമ്മുടെ മരണ വീട്ടിൽ ഖുൽ ഹുവല്ലാഹു ഉണ്ട്. അതേ, ഒരു വിശ്വാസിയുടെ സന്തോഷത്തിലും ഒരു വിശ്വാസിയുടെ സങ്കടത്തിലും അവന് ചേർത്തിപ്പിടിക്കാനുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അവിടങ്ങളിലൊക്കെയും ഒരു ഖുർആൻ പാരായണം ചെയ്ത ഫലം കിട്ടാൻ പണ്ട് കാലം മുതലേ 3 ഖുൽ ഹുവല്ലാഹു ഓതാത്ത മുസ്ലിമിന്റെ സദസ്സുകളില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പുതിയ കക്ഷികൾ സമുദായത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാൻ പാടില്ല, അൽ ഫാത്തിഹ ഓതാൻ പാടില്ല, അവർക്കത് കേവലം ഒരു ഭരണഘടന മാത്രമാണ്. എന്നാൽ ഇസ്ലാം വളർന്നത്, ഇസ്ലാം വിജയിച്ചത്, ഇസ്ലാം ലോകത്തെ കീഴടക്കിയത് എല്ലാം ആത്മീയതയിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം
ആ ഹബീബ് ലോകത്ത് ഈ ദഅവത്ത് നടത്തി. ആ ഹബീബിന്റെ കാലശേഷം വന്ന മഹാന്മാർ അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഔലിയാക്കൾ പിന്നീട് ആ ദഅവത്ത് ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ് ഔലിയാക്കൾ പ്രബോധനം നടത്തിയത്? ആ ഔലിയാക്കളുടെ പ്രബോധനം എന്ന് പറയുന്നത് സഹോദരങ്ങളെ കറാമത്തിന്റെ പവറിലാണ്. മഹാനായ അജ്മീർ ഖാജാ തങ്ങള് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനാണ്. ആ ഖാജാ തങ്ങള് ജീവിക്കുമ്പോ തന്റെ മുന്നിലുള്ള തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നത് ഭരണാധികാരി തടയുമ്പോ ആ ഭരണാധികാരിയോട് ഖാജാ തങ്ങൾ യുദ്ധത്തിന് പോയില്ല, കലഹത്തിന് പോയില്ല, കലാപത്തിന് പോയില്ല. അജ്മീർ ഖാജാ തങ്ങൾ ആ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നത് തടസ്സപ്പെടുത്തിയ ഭരണാധികാരിയുടെ മുന്നിൽ ഖാജാ തങ്ങളൊന്ന് വിനയം പ്രകടിപ്പിക്കുകയാണ്. ചിലര് മനസ്സിലാക്കിയത് ഭരണാധികാരികളോട് എപ്പോഴും ഏറ്റുമുട്ടുന്നവരാണ് സൂഫികൾ എന്നാണ്. സൂഫികൾ എന്ന് പറഞ്ഞാൽ സമരവും സന്ധിയും സൂഫീസത്തിന്റെ ഭാഗമാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, അബൂ ഹനീഫ തങ്ങള് വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് വാദിച്ചൊരു ഭരണകൂടം വരുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ സന്ധിയില്ല, സമരം ചെയ്ത യോദ്ധാവാണ്. ഇതുപോലെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനാണ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്. എന്നാൽ ഒരു സമയത്ത് ഇതുപോലെ വാദവുമായി ഭരണാധികാരി വരുമ്പോൾ ഇപ്പോൾ ആ ഭരണാധികാരിയോട് യുദ്ധം ചെയ്യലല്ല ഇസ്ലാമിന്റെ ദഅവത്തിന് അഭികാമ്യം. ഇപ്പൊ സമരത്തിന് പോയ ദഅവത്ത് തടസ്സപ്പെടും. ഇപ്പോൾ സന്ധിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിലേക്ക് ഹിജ്റ പോവുകയാണ്. സന്ധിയും സമരവും സൂഫിസത്തിന്റെ ഭാഗമാണ്. ആ രണ്ട് ദൗത്യവും ഏറ്റെടുത്ത മഹാനാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. നിങ്ങൾക്കറിയില്ലേ, ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഇന്ത്യ പെടണം എന്ന ആഹ്വാനവുമായി ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ ആകമാനം കറങ്ങിയപ്പോ ആ ആളുകളോട് നെഞ്ചുയർത്തിപ്പിടിച്ച് ഹിന്ദുസ്ഥാൻ ഹമാര വതൻ ഹേ, ഇന്ത്യ ഞങ്ങളെ നാടാൻ, ഞങ്ങൾ ഇവിടുന്ന് എവിടുക്കും പോകൂല എന്നുറക്കെ പറയാൻ ചങ്കുറപ്പ് കാണിച്ച നേതൃത്വമായിരുന്നു സുൽത്താനുൽ ഉലമാ. അതേ കാന്തപുരം ഉസ്താദാണ് ഡൽഹിയിൽ സൂഫി സമ്മേളനം നടക്കുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈകൊടുത്ത് ഹസ്തദാനം നടത്തിയത്. സമരവും സന്ധിയും സൂഫിസത്തിന്റെ ഭാഗമാണ്. പിന്നെ ചിലർക്കുള്ള സംശയം സൂഫിയായ ബിരിയാണി തിന്നാൻ പറ്റുമെന്നാ. സൂഫിയാളാവുമ്പോ പിന്നെ AC റൂമിൽ കിടക്കാൻ പറ്റുമോ എന്നാണ് ചിലരെ ഇഷ്കാല്. സുഹൃത്തുക്കളെ, ലോകത്ത് ദുന്യാവ് മുഴുവൻ അള്ള കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ ലോകത്തേറ്റവും വലിയ ദാരിദ്ര്യം കൊടുത്ത പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അത് രണ്ടും അമ്പിയാക്കളെ കൂട്ടത്തിലുള്ളവരാണ്. ഇനിയോ സൂഫികളെ ശ്രദ്ധിച്ചോളൂ. തറക്കുത്തുൽ ഖൽഖ തുറം ഫീരിലക വഅയ്തംതുൽ ആലലികയറാക. കൊട്ടാരത്തിന്റെ സുഖാഡംബരങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞ് കാട്ടിന്റെ ഘനഭീഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഓടിപ്പോയ മഹാനാണ് മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹമെന്ന ഖോജാ. അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ കൊട്ടാരം വലിച്ചെറിഞ്ഞ മഹാനാണ്. അത് സൂഫീസമാണ്, അത് ആത്മീയതയാണ്. എന്നാൽ അതുപോലെ സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് തസവ്വുഫിന്റെ മഹാനാണ്. മരിക്കുവോളം രാജാവായി ജീവിച്ച മഹാനാണ്. കൊട്ടാരം വലിച്ചെറിഞ്ഞ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളും കൊട്ടാരത്തിൽ തന്നെ ജീവിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയും തസവ്വുഫിന്റെ രണ്ട് മുഖങ്ങളാണ്. സുഹൃത്തുക്കളെ, ഇനിയോ അതേ അജ്മീർ ഖാജാ തങ്ങൾ സന്ധിയാവുകയാണ്, വിനയം പ്രകടിപ്പിക്കുകയാണ്. സൂഫികളുടെ ദർബാറുകൾ അതുകൊണ്ടാണ് ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ കടന്നു വരുന്ന കേന്ദ്രങ്ങളാകുന്നതും. സൂഫികൾ അവരുടെ ദർബാറുകളിൽ
അവരുടെ ഹയാത്ത് കാലത്തും മരണത്തിന്റെ ശേഷവും മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും മുസ്ലിമീങ്ങളും മുസ്ലിം വിരുദ്ധരും അടക്കമുള്ള ആളുകൾ ഹയാത്ത് കാലത്തും സൂഫികളുടെ മുന്നിലെത്തുകയാണ്. മരണത്തിന്റെ ശേഷവും അവരുടെ മഖാമിലെത്തുകയാണ്. ഇന്ത്യ രാജ്യത്ത് മാറി മാറി വന്ന ഭരണാധികാരികളിൽ ഒരാൾ പോലും ഖാജാ തങ്ങളെ ജാറത്തിൽ പട്ടുപുതപ്പിക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഖാജാ തങ്ങളെ ജാറത്തിൽ പട്ടുപുതപ്പിച്ചിട്ടാണ് പ്രധാനമന്ത്രിയാകാൻ പോയത്. ആ ജാറം പട്ടുപുതപ്പിക്കാൻ വരുന്ന പ്രധാനമന്ത്രിയോട് ജാറ കമ്മിറ്റിക്കാരും പറഞ്ഞില്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ ഒന്നാളാ, ഉള്ളിൽ കടക്കാൻ പറ്റൂല. കേറി അവസരം കൊടുത്തു, ജാറം മൂടി സന്തോഷത്തോടെ തിരിച്ചുപോയി. അത് കേരളത്തിലൊന്നും വിവാദമായില്ല. കാരണം ആ ജാറം കമ്മിറ്റിയിൽ AP ഇല്ല. അതുകൊണ്ടാണ് ആ കമ്മിറ്റിയിലെങ്ങാനും AP ഉസ്താദ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് വിവാദമാകും. പലർക്കും പ്രശ്നം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ആ ഖാജാ തങ്ങളോട് വെള്ളം തടയുമ്പോൾ ഖാജാ തങ്ങൾ രാജാവിനോട് വിനയത്തോടെ തന്റെ കൂജയിലുള്ള തന്റെ കയ്യിലുള്ള കൂജയിൽ നിന്ന് അല്പം വെള്ളമെടുക്കാനുള്ള സമ്മതം തേടുകയാണ്. അങ്ങനെ സമ്മതം തേടുമ്പോൾ ഖാജാ തങ്ങളെ വിനയത്തിന്റെ മുന്നിൽ രാജാവ് തലകുനിക്കുകയാണ്. ആ തടാകത്തിൽ നിന്നൊരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളമെടുക്കാൻ രാജാവ് ഖാജാ തങ്ങൾക്ക് സമ്മതം കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, അവിടത്തെ ബറക്കത്താക്കപ്പെട്ട കൈകളെ കൊണ്ട് ആ തടയപ്പെട്ട തടാകത്തിലിറങ്ങി തന്റെ കയ്യിലുള്ള കൂജ കൊണ്ട് അല്പം വെള്ളം ഖാജാ തങ്ങൾ എടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ആ തടാകത്തിലെ വെള്ളം മുഴുവനും വറ്റിപ്പോവുകയാണ്. ഖാജാതിലുള്ള കൂജയിലെ ഈ വെള്ളമല്ല, മറ്റുള്ള വെള്ളങ്ങൾ മുഴുവനും തടാകത്തിൽ വറ്റിപ്പോവുകയാണ്. ആ ഒരൊറ്റ കറാമത്ത് കണ്ട് ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്. ഔലിയാക്കളും ഇസ്ലാമർത്തിക്കൂടെയാണ്. സഹോദരങ്ങളെ, ആ മുഅ്ജിസത്ത് കറാമത്ത് നിഷേധിച്ചതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആത്മീയതയുടെ അടയാളങ്ങളായ മൗലിദുകൾ പലരും നിഷേധിച്ചത്, അതുപോലെ മാലകൾ നിഷേധിച്ചത്. യഥാർത്ഥത്തിൽ മാലയും മൗലൂദും പാടില്ലെന്ന് പറയാൻ പലരെയും പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ആ മാലയിലും മൗലൂദിലും വിശ്വാസികൾ വിളിച്ചു പറയുന്നത് അംബിയ ഔലിയാക്കളുടെ മുഅ്ജിസത്തും കറാമത്തുമാണ്. ആ മുഅ്ജിസത്തും കറാമത്തും ആത്മീയ പക്ഷത്തു നിൽക്കുന്ന മുസ്ലിമീങ്ങൾക്കല്ലാതെ വിശ്വസിക്കാൻ കഴിയൂല. എന്താണ് നമ്മൾ ബുർദയിലൂടെ പാടുന്നത്? എന്താണ് നമ്മൾ മാലയിലൂടെ ചൊല്ലുന്നത്? അതേ സുഹൃത്തുക്കളെ, അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് മറ്റൊരു സമയത്തൊരു അറാബി വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ തൊട്ടു മുമ്പിൽ വിശാലമായി പടർന്നു പന്തലിച്ച വൃക്ഷത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അറാബി പറയുകയാണ്, ആ കാണുന്ന വൃക്ഷം അങ്ങയുടെ വിളിക്കുത്തരം നൽകി അവിടത്തെ മുന്നിലെത്തിയാൽ ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിക്കാം. ആ കാണുന്ന മരം, ആ മരത്തെ അങ്ങിങ്ങോട്ട് വിളിക്കണം. ആ വിളിക്കുത്തരം നൽകി മരം അങ്ങയുടെ മുന്നിലെത്തിയാൽ ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അറാബിയോട് പറഞ്ഞു, നീ ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് അള്ളാന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയണം. ഹബീബിന്റെ ഓർഡർ കിട്ടുമ്പോഴേക്ക് അറാബി മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടുകയാണ്. അറാബി ആയതുകൊണ്ടാ ഓടിയത്, വഹാബി മൗദൂദി ഓടൂല. അവര് തലമ ചൊറിഞ്ഞിങ്ങനെ നിൽക്കും. മരത്തോട് പറഞ്ഞിട്ട് എന്തു ചെയ്യാനാ, മരം എങ്ങനെ വരാനാ, മരത്തിനെങ്ങനെ തിരിയാനാ? ഇതാവും വഹാബിന്റെ മൗദൂദിന്റെ ആലോചന. അറാബിക്കറിയാം റസൂലാകണമെങ്കിൽ ചില ഇന്നതുണ്ട്. ആ അറാബി മരത്തിന്റെ ചുവട്ടിലോടിച്ചെന്നിട്ട് പറയാണ്, നിന്നെ അള്ളാന്റെ റസൂല് വിളിക്കുന്നുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് അള്ളാന്റെ ഹബീബിന്റെ ഓർഡറങ്ങ് പറയുമ്പോ വിശാലമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന
വൃക്ഷത്തിന്റെ ശിഖിരങ്ങള് അച്ചടക്കമുള്ള ശിഷ്യൻ ഗുരുനാഥന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നത് പോലെ ആ വൃക്ഷത്തിന്റെ കൊമ്പുകൾ മുഴുവനും ആ വൃക്ഷം താഴേക്ക് താഴ്ത്തിയിടുകയാണ്. അഴിയിലേക്ക് ആണ്ടുപോയ വൃക്ഷത്തിന്റെ വേരുകൾ മുകളിലേക്ക് ഉയരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വിരലുകളില്ലാതെ കാൽപാദങ്ങളില്ലാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ആ വൃക്ഷം വരികയാണ്. സുഹൃത്തുക്കളെ, ഇതല്ലേ നമ്മൾ മൗലിദിൽ ചൊല്ലുന്നത്? അൽ ബദറു ശുഖ ബി അംരിഹി വശംസു ഗർബത്ത് ലഹു യാ റബ്ബി സ്ലിം തൻബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ റദീഖ്. ഇത് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, അല്ലാതെ മാല മൗലിദ് ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള മാല ഖുർആനിലുണ്ട്. നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള അംബിയാ ഔലിയാക്കളെ കറാമത്ത് ഖുർആനിലുണ്ട്. കേട്ടിട്ടില്ലേ നമ്മൾ ജീലാനി തങ്ങളെ കുറിച്ച് ചൊല്ലുന്ന മാലകൾ? ആരായിരുന്നു ജീലാനി തങ്ങള്? ഇതുപോലെ ഇസ്ലാമിന്റെ ദഅവത്തിന് അല്ലാഹു നിശ്ചയിച്ച, അല്ലാഹു തീരുമാനിച്ച ഒരു വലിയ ആയിരുന്നില്ലേ ശൈഖ് ജീലാനി തങ്ങള്? അവിടുന്നതാ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുകയാണ്. മുല്ലം മൂടയവൻ യകല്ലാരുളാല് മുഹീദ്ദീൻ എന്ന പേർ ദീന്തൻ വിളിച്ചോവർ. ജീവസറ്റുപോയ ഇസ്ലാമിന്റെ നാടിനരമ്പുകളെ ദഅവത്തിലൂടെ പരിപോഷണം ചെയ്തുകൊണ്ട് ജീവസുറ്റ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നായകനായി കടന്നു വരാൻ ശൈഖ് ജീലാനി തങ്ങൾ ഉപയോഗിച്ച ആയുധമേതാണ്? ചരിത്രം പറയാൻ ലക്ഷങ്ങൾ സംഗമിക്കാണ് ജീലാനി തങ്ങളെ വയലിൽ. മൈക്കുകളില്ല, സാങ്കേതിക സംവിധാനങ്ങളില്ല. ആ കാലത്ത് ജീലാനി തങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളോട് വയല് പറയുമ്പോൾ മുന്നിലുള്ള ആളുകൾ കേൾക്കുന്ന അതേ സൗണ്ടില് ബേക്കിലുള്ള ആളുകളും ജീലാനി തങ്ങളെ വാക്ക് കേൾക്കുന്നു. കാരണം അത് കറാമത്തിന്റെ നാക്കുകൊണ്ടുള്ള വയലാണ്, കറാമത്തിന്റെ ചുണ്ടുകൊണ്ടുള്ള വയലാണ്. ആ ആയിരക്കണക്കിന് ആളുകളെ ഒരു മജ്‌ലിസിൽ ജീലാനി തങ്ങൾ അങ്ങ് അഭിസംബോധനം ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, എത്രയോ ആളുകൾ ഒരൊറ്റ വയലുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. തീർന്നില്ല. അവിടത്തെ വയല് കേട്ടിട്ട് അതാ ആളുകൾ ഹൃദയം പൊട്ടി മരിക്കാട്. കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള വയലാണ്. ആഖിർ സമാനിലെ ചവറുകളായ നമ്മള് തൊള്ളയിൽ നിന്ന് ചെവിട്ടിലേക്ക് വയല് പറയുന്നവരാണ്. അല്ലാഹു മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഖിദ്മകളൊക്കെയും കബൂൽ ചെയ്തു തരട്ടെ. ആയിരക്കണക്കിന് ആളുകൾ ഒരൊറ്റ വയലുകൊണ്ട് നന്നാവുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഇസ്ലാമിന്റെ ദഅവത്ത് പൂർത്തീകരിച്ച മഹാനാണ്. ആ ജീലാനി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒരുപാട് കറാമത്തുണ്ട്. ഒരിക്കൽ ജീലാനി തങ്ങൾ തന്റെ കോളേജിൽ നിന്നൊരു വടിയും എടുത്ത് പുറത്തിറങ്ങുമ്പോൾ അതാ ജീലാനി തങ്ങൾ ഓഫീസിൽ നിന്നിറങ്ങി വരുന്നത് തൊട്ടപ്പുറത്ത് നിന്ന് മുഹമ്മദ് ദയ്യാൽ എന്ന് പറയുന്ന ശിഷ്യൻ ഇങ്ങനെ കാണുന്നു. ജീലാനി തങ്ങളെ കയ്യിൽ ഒരു വടി കാണുമ്പോൾ മുഹമ്മദ് ദയ്യാൽ എന്ന് പറയുന്ന ശിഷ്യൻ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ലൗ അറാനി ശൈഖു ഫി ഹാദിഹിൽ ഉഖഅസത്തി കറാമാ, എന്റെ ശൈഖ് ആ വടി കൊണ്ട് എനിക്കൊരു കറാമത്ത് കാട്ടിത്തന്നെങ്കിലേ എന്ന് അകലെ ശൈഖ് അവറുകളെ കാണുമ്പോ ശിഷ്യൻ മനസ്സിൽ ചിന്തിച്ചതേയുള്ളൂ. ശൈഖ് അവറുകൾ ആ ശിഷ്യന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ആ ശിഷ്യന്റെ മുന്നിലേക്ക് എത്തുമ്പോ തന്റെ കയ്യിലുള്ള വടി ആ ശിഷ്യന്റെ മുന്നിൽ അങ്ങ് മണ്ണിൽ കുത്തുകയാണ്. ശൈഖ് അവറുകൾ ആ വടിയിൽ നിന്ന് കൈയെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വടി ഇങ്ങനെ കുറച്ചു സമയം പ്രകാശിക്കുകയാണ്. എന്നിട്ട് ആ
മണ്ണിൽ നിന്ന് ശൈഖ് അവറുകൾ ആ വടി പറിച്ചെടുക്കുന്നു. എന്നിട്ട് ചോദിക്കാണ്, അന്താറത്തയാദയ്യാൽ, മോനെ ഈ വടിയും പിടിച്ച് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്റെ മനസ്സിൽ നീ ആഗ്രഹിച്ച കാര്യം ഇതല്ലേ? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോ. ഇത് ജീലാനി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത കറാമത്താണ്. ആത്മീയത അംഗീകരിക്കാത്തവർക്ക് ഔലിയാക്കളെ കറാമത്ത് അംഗീകരിക്കാൻ കഴിയൂല. ആത്മീയത അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് അമ്പിയാക്കളെ മുഅ്ജിസത്ത് അംഗീകരിക്കൂടാ. ആ മുഅ്ജിസത്തും കറാമത്തും സ്വീകരിക്കാത്തവർക്ക് മാല പാടാൻ കഴിയൂല, മൗലിദ് ഓതാൻ കഴിയൂല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എത്രയെത്ര മാലകളാണ് വിശുദ്ധമായ ഖുർആനിലുള്ളത്. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അവിടുന്നതാ തന്റെ ശിഷ്യരോട് പറയുന്ന വാചകം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നി ഉനബ്ബിഉകും ബിമാ തഅകുലൂൻ. തന്റെ മുന്നിൽ വരുന്ന അനുചരന്മാരോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ശിഷ്യരെ, നിങ്ങളുടെ അടുക്കളയുടെ അന്തർധാരയിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു പോരുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയുണ്ടെന്ന് സ്കാനിംഗ് ഇല്ലാതെ, എക്സ്റേ ഇല്ലാതെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു പോന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകാമെന്നോവർ. അടുക്കളയിൽ നിന്ന് ആഹരിച്ചു പോന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയുണ്ടെന്ന് വയറിന്റെ ഉള്ളിലെന്ന് കാര്യകാരണ ബന്ധങ്ങളില്ലാതെ, ആധുനിക സംവിധാനങ്ങളില്ലാതെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകാമെന്നോവർ. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഈസാ നബിയുടെ മാലയാണ്. വീണ്ടും അതാ ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും. നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ഭക്ഷ്യവസ്തുക്കളും സ്വകാര്യ സ്വത്തുക്കളും എന്തൊക്കെയുണ്ടെന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളില്ലാതെ, ഭൗതിക സംവിധാനങ്ങളൊന്നുമില്ലാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകാമെന്നോവർ. അള്ളാഹുവിന്റെ ദീനിനെ ആത്മീയതയുടെ പക്ഷത്തു നിന്ന് അലങ്കരിച്ചവർക്കല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയില്ല. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് കലഹങ്ങളുണ്ടാക്കി ഇസ്ലാമിന്റെ സൗന്ദര്യം കെടുത്തുന്നവർ ഈ ആത്മീയമായ ചേരിയിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് സുഹൃത്തുക്കളെ. എന്നാൽ മുസ്ലിമീങ്ങൾ വിജയിച്ചത് എങ്ങനെയാണ്? അബ്ദുൽ ഖാദിറുൽ ജസായിരി റഹിമഹുല്ലാഹ് മഹാനവറുകൾ അൾജീരിയയിലേക്ക് ദഅവത്തിന് പോകുമ്പോൾ അതാ അൾജീരിയൻ സൈന്യവുമായി പോരാടേണ്ടി വരുമ്പോ മഹാനായ അബ്ദുൽ ഖാദിറുൽ ജസായിരി തങ്ങള് ആ ശത്രുക്കളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച പതാകയുണ്ട്. അബ്ദുൽ ഖാദിറുൽ ജസായിരി തങ്ങളുടെ അനുയായികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം പ്രകോപനമല്ല, ആ മുദ്രാവാക്യം വിടുവായി തങ്ങളല്ല. വമയ്യക്കും ബിറസൂലില്ലാഹി നസ്റതു ഇൻ തൽഖഹുൽ സുബ്ഫി ആജാമിഅത ജിമി മൗലായ സല്ലി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങളായി ഇമാം ബുസൂരി റഹിമഹുല്ലാ എഴുതി വെച്ച ആ ബുർദയുടെ ഈരടി കൊണ്ടാണ്
അതായിരുന്നു ജസായിരി തങ്ങളെ ആയുധ. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ ആയുധം കൊണ്ടല്ലേ ബ്രിട്ടീഷുകാര് മലബാർ കീഴടക്കാൻ വരുമ്പോ ഇന്ത്യയിലാകമാനം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം മലയടിക്കുമ്പോ ആ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം മലബാറിൽ നടക്കുന്ന സമയത്ത് പോരാട്ട ഭൂമിയിലേക്ക് മാപ്പിളമാരിറങ്ങിച്ചെല്ലുമ്പോൾ ആ മാപ്പിളമാര് ബ്രിട്ടീഷുകാരെ തകർക്കുകയാണ്. വാരിയം കുന്നന്റെയും മാലി മുസ്ലിയാരുടെയും നായകത്വത്തിൽ മലബാറിൽ പലയിടങ്ങളിലും ഖിലാഫത്ത് രാഷ്ട്രം സ്ഥാപിക്കുകയാണ്. ഉത്തരവാദപ്പെട്ട ബ്രിട്ടീഷുകാർ യോഗം കൂടി ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് മാപ്പിളമാര് വിജയിക്കുന്നത്? ആ ചർച്ചയിൽ അവർ കണ്ടെത്തിയ കാരണം മൂന്നെണ്ണമാണ്. ഒന്നാമതായി, മലബാറിലെ മുസ്ലിമീങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ യുദ്ധത്തിന് വരുന്ന മുസ്ലിമീങ്ങള് തിരൂരങ്ങാടി പള്ളി അങ്കണത്തിൽ ആലി മുസ്ലിയാരുടെ അൽഫാത്തിയക്ക് ആമീൻ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് വരുന്നത്. അൽഫാത്തിയക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിന് വരുന്ന മാപ്പിളമാരെ പിടിച്ചുകെട്ടാൻ തങ്ങളുടെ ആയുധം പര്യാപ്തമല്ല എന്ന് തിരിച്ചറിഞ്ഞ് മലബാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരിനിയമം മാപ്പിളമാരിനെ അൽഫാത്തിയ പാരായണം ചെയ്യരുത് എന്നാണ്. രണ്ടാമതായി, മുസ്ലിം പോരാളികളുടെ കരുത്തായി അവർ കണ്ടത് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് പരിസരത്തുള്ള മഹത്തുക്കളുടെ മഖാമിലേക്ക് സിയാറത്തിന് പോയിട്ട് ആ മാപ്പിളമാര് യുദ്ധത്തിന് വരുന്നത്. യുദ്ധക്കളത്തിൽ നിന്ന് പിടികൂടുന്ന ഉലമാക്കളെയും സാദാത്തുക്കളെയും കൊലപ്പെടുത്താൻ പോലും ബ്രിട്ടീഷുകാര് ഭയപ്പെടാണ്. എന്തേ കാരണം? സഹോദരന്മാരെ, ആ ഹയാത്തിലുള്ള ഒരു സയ്യിദിനെക്കാളും മുസ്ലിമീങ്ങൾക്ക് കരുത്തു പകരുന്ന സയ്യിദാണ് മരണപ്പെട്ട് കിടക്കുന്ന സയ്യിദ്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നത്, മമ്പ്രന്തങ്ങളുടെ മക്കാമു തകർത്തുകൊണ്ട് അവിടെ വാഴക്കൃഷി ചെയ്യണം, മക്കാമിലേക്ക് സിയാറത്തിന് പോകാൻ പാടില്ല. മൂന്നാമതായി, മുസ്ലിം പോരാളികൾ കണ്ടതെന്താണ്? സുഹൃത്തുക്കളെ, യുദ്ധക്കളത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരന്റെ യന്ത്രത്തോക്കുകൾ മുസൽമാന്റെ നെഞ്ചകത്തിലേക്ക് തീത്തുപ്പുമ്പോൾ മുസ്ലിം പോരാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന മന്ത്രങ്ങളുണ്ട്. വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഹുദാ അൻവാ തഅദീബിൻ വൽ ഹത്ഫു കൈഫ ജറാ ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സആദത്തുൻ കുബ്റാ. മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം ഇതിവൃത്തമാക്കി എഴുതിവെച്ച പടപ്പാട്ട് പാടിക്കൊണ്ടാണ് മാപ്പിളമാര് യുദ്ധത്തിന് വരുന്നത്. ഈ മൂന്ന് കാരണമാണ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത്. ആ കാരണം നിയമം മൂലം നിരോധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. അവിടെയാണ് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത്, അധികാരത്തിന്റെ ദണ്ടുകൊണ്ട് ആത്മീയതയിൽ നിന്ന് മുസ്ലിമീങ്ങളെ അടർത്തിയെടുക്കാൻ കഴിയില്ലെങ്കിൽ സമുദായ വേഷധാരികളായ ആളുകളെ കൊണ്ട് ആയത്തും ഹദീസും ചൊല്ലിപ്പിച്ചിട്ട് ഈ ആശയം ഉമ്മത്തിൽ പഠിപ്പിക്കാം എന്ന അജണ്ടയിൽ നിന്നാണ് കേരളീയ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച ഐക്യത്തിന്റെ അടിവേരറുത്ത ഐക്യസംഘം കൊടുങ്ങല്ലൂരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. ആ സംഘം കേരളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞ ആശയങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരിനിയമങ്ങൾക്ക് ആയത്തിന്റെ പിൻബലം ചേർത്തുവെക്കുകയായിരുന്നു ദുർവ്യാഖ്യാനങ്ങളിലൂടെ. സുഹൃത്തുക്കളെ, എന്നാൽ ഇവിടെ റസൂലുള്ളാഹിനെ പിടിച്ചാൽ മഹാനായ സഫീന റളിയല്ലാഹു തആല അൻഹുടങ്ങൾ ഒരു രാഷ്ട്രത്തിലേക്ക് ദഅവത്തിന് പോവുകയാണ്. അങ്ങനെ ദഅവത്തിന് പോകുമ്പോൾ സഫീന തങ്ങളുടെ കപ്പൽ തിരമാലകളിൽപ്പെട്ട് തകരുകയാണ്. കയ്യിൽ കിട്ടിയ പലക കഷ്ടത്തിലേറിയിട്ട് സഫീന തങ്ങൾ അതാ ലക്ഷ്യമായി സഞ്ചരിച്ച് തിരമാലകളുടെ ഗതിക്കനുസരിച്ച് സഫീന തങ്ങൾ കടൽ തീരത്തണയുമ്പോൾ സഫീന തങ്ങളുടെ പലക കഷ്ണം അണയുന്ന കടൽ തീരത്ത് ഉഗ്രപ്രതാപിയായൊരു സിംഹോ ആ കടൽ തീരത്ത് അലറി വിളിക്കുകയാണ്. അങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സഫീന തങ്ങൾ ആ സിംഹത്തെ കണ്ട് ഭയപ്പെട്ടില്ല. അവിടെന്ന് വിളിക്കുകയാണ്, അന മൗലാ റസൂലുള്ളാഹ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരെന്ന് കേൾക്കുമ്പോൾ
ആ പേര് കേൾക്കുമ്പോഴേക്ക് തന്നെ ആ സിംഹം തന്റെ തല താഴ്ത്തുകയാണ്. അവിടത്തെ വലതു കൈ ഇങ്ങനെ കടലിലേക്ക് നീട്ടിക്കൊടുക്കുക. ആ സിംഹത്തിന്റെ കയ്യും പിടിച്ച് കരയിലേക്ക് കയറുന്നു. ആ സിംഹത്തിന്റെ പുറത്ത് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുകയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ഔലിയാക്കളെ സ്വീകരിച്ചുകൊണ്ട് ആത്മീയതയുടെ വഴി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്ലാമിന് വിജയമുള്ളത്. അതാണ് ആത്മീയത. ആ ആത്മീയത എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പടക്കം പൊട്ടിക്കലല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ കോലം കെട്ടി തുള്ളലല്ല. ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോ സഹോദരന്മാരെ ഒരു മുദ്രാവാക്യത്തിൽ വിളിക്കുന്നത് കേട്ടു, മുസ്ലിമിന്റെ പേരും പറഞ്ഞ് മുസൽമാനെ തെറി പറയുന്ന എന്ന് പറഞ്ഞ് മതമില്ലാത്തൊരു പാർട്ടി മതമുള്ള പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ. നഊദുബില്ല. സുഹൃത്തുക്കളെ, അത്തരം ഒരു ഗതികേടിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകലല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്, അത് സഹജീവി സ്നേഹമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ റിഫായി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെന്നതാ കാട്ടിലേക്ക് കത്തിയെടുത്തു പോവുകയാണ്. കാട്ടിൽ ചെന്ന് സ്വന്തം കൈകളെ കൊണ്ട് വിറക് വെട്ടിയെടുക്കുന്നു. ആ വിറക് കെട്ടുകളെ തലയിൽ വെച്ച് നാട്ടിലേക്ക് വരുന്നു. ആരോഗ്യമുള്ള ശൈഖവറുകൾ സ്വന്തം കൈകളെ കൊണ്ട് വെട്ടി ശേഖരിച്ച വിറക് കെട്ടുകൾ ആ നാട്ടിലെ വൃദ്ധകൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. സഹജീവി സ്നേഹം, അതാണ് ആത്മീയത. അന്ന് റിഫായി ശൈഖ് തങ്ങൾ നാട്ടിലെ സാധുക്കൾക്ക് കാട്ടിൽ നിന്ന് വിറക് വെട്ടിക്കൊടുത്ത് വിതരണം ചെയ്യാൻ. അന്ന് റിഫായി ശൈഖ് തങ്ങൾ കൊടുത്ത വിറക് കെട്ടിനു പകരമാണ് ഇന്ന് SYS-കാരൻ കൊടുക്കുന്ന സാന്ത്വനം കിറ്റുകൾ, ഇന്ന് SYS-കാരൻ ചെയ്യുന്ന വീൽ ചെയർ വിതരണങ്ങൾ, ഇന്ന് SYS-കാരൻ ചെയ്യുന്ന സാന്ത്വനം പ്രവർത്തനങ്ങൾ അന്ന് റിഫായി തങ്ങൾ പഠിപ്പിച്ച വിറക് കെട്ടിന് പകരമാണ്. അവിടെന്നതാ മാരകമായ രോഗമുള്ള രോഗികളുടെ അരികിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. കുഷ്ഠരോഗികളെ കണ്ടെത്തിയിട്ട് ആ രോഗികളുടെ മുന്നിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ആ ഭക്ഷണത്തിലേക്ക് രോഗികൾ കൈനീട്ടുന്നത് കണ്ട് അവരുടെ കൈകളിലേക്ക് തന്റെ കൈ ചേർത്തി വെച്ച് അവരോടൊന്നിച്ചു ഭക്ഷണം കഴിച്ച് മനസ്സിനും ശരീരത്തിനും സാന്ത്വനം പകരുന്ന പ്രവർത്തനങ്ങളെ ആത്മീയതയായി പഠിപ്പിച്ച മഹാനാണ് സയ്യിദുനാ റിഫായി റഹിമഹുല്ലാഹ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ മർക്കസ് പഠിക്കുമ്പോ മർക്കസിലെ ക്യാന്റീനിൽ ഉസ്താദ് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറയാണ്. ആ വാഹനത്തിലേക്ക് കയറ്റിവെച്ച് ഉസ്താദിന്റെ വണ്ടിക്ക് പറയില്ല ആ വാഹനം യാത്ര ചെയ്യുകയാണ്. അതെവിടേക്കാണ് പോകുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചാരത്തുള്ള കുഷ്ഠരോഗ ഹോസ്പിറ്റലിലേക്കാണ്. ആ കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ ചെന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, അവർക്ക് മരുന്ന് കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. സുഹൃത്തുക്കളെ, അത് ആത്മീയതയുടെ വഴിയടയാളങ്ങളാണ്. ആത്മീയത എന്നാൽ അത് കലഹമല്ല, കലാപമല്ല, എല്ലാവരോടും ഗുണകാംക്ഷ ചെയ്യലാണ്. ഞാൻ ഓർക്കുന്നു മഹാനായ കാന്തപുരം ഉസ്താദ്, അതേ ഒരു കാലത്ത് എവിടെ ചെന്നാലും ആളുകൾ അകാരണമായി കല്ലെറിയുന്ന കാലമാണ്. അങ്ങനെ ഒരു സദസ്സിൽ ഉസ്താദ് വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിന്റെ ഏറ്റവും പിറകിൽ നിന്ന് ഇരുട്ടിൽ നിന്നൊരാൾ ഉസ്താദിന് നേരെ കല്ലെറിയുകയാണ്. നെഞ്ചിലേക്കെറിഞ്ഞ കല്ല് മുമ്പിലുള്ള മൈക്ക് സ്റ്റാൻഡിൽ തട്ടി താഴെ വീഴുകയാണ്. എറിഞ്ഞതൊരു വഹാബിയാണ്. എറിഞ്ഞതിന്റെ ലക്ഷ്യം രണ്ടെണ്ണമാണ്. ഒന്ന്, ഇരുട്ടിൽ നിന്നെറിഞ്ഞാൽ റിട്ടൺ വരാത്ത കോലത്തിൽ ഉസ്താദിനൊരു ഏറ് കൊടുക്കാം. രണ്ടാമത്, എറിഞ്ഞത് AP ഉസ്താദാണ്, ഏറുകൊണ്ട ആള് എന്ന് കരുതി എറിഞ്ഞത് ഉസ്താദിനോട് സംഘടനാ വിരോധമുള്ള സുന്നികളാണെന്ന് തെറ്റിദ്ധരിച്ച് തൊട്ടടുത്ത ദിവസം അവിടെ സുന്നികൾക്കിടയിൽ ഒരടി നടക്കും. സുന്നികൾക്കിടയിൽ എവിടെ അടി നടന്നാലും എവിടെ കലഹം നടന്നാലും വിജയിക്കുന്നത് രണ്ട് സുന്നികളുമല്ല സുഹൃത്തുക്കളെ, വിജയിക്കുന്നത് വഹാബികളാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് നേരെ ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞാലും പകരം ഗ്രൂപ്പ് നോക്കിയൊരു സയ്യിദിനെയും ചീത്ത പറയാൻ, സംഘടന നോക്കിയൊരു
ആലിമിനെയും തെറി പറയാൻ ഈ പ്രസ്ഥാനം നമുക്ക് അനുമതി തരാത്തത് എന്തുകൊണ്ടാണ്? എന്തിന്റെ പേരിലാണെങ്കിലും പണ്ഡിത മഹത്വവും അതുപോലെ അഹ്ലുൽ ബൈത്തിന്റെ ബഹുമാനവും തകർക്കപ്പെടുന്നിടത്ത് വിജയിക്കുന്നത് സുന്നികളല്ല, അവിടെ വിജയിക്കുന്നത് ബിദ്അത്തുകാരാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കുതന്ത്രമാണ്. പക്ഷേ അത് പരാജയപ്പെട്ടു, പരിപാടി സന്തോഷത്തോടെ പിരിഞ്ഞു. കാലങ്ങൾ കുറച്ചു കഴിഞ്ഞു, കുറെ കഴിഞ്ഞു. ആ വഹാബിയുടെ മകളെ കല്യാണ പ്രായമെത്തി. ആ കല്യാണ പ്രായമെത്തിയപ്പോൾ സുഹൃത്തുക്കളെ, എങ്ങനെ പുതിയാപ്പിള വന്ന് കണ്ടാലും കല്യാണം നടക്കൂല. മുമ്പൊന്നും ഇതാരും വിശ്വസിക്കൂല. ഇപ്പം നമ്മളെക്കാളും വിശ്വാസം അത് പാടില്ല എന്ന് പറഞ്ഞ വഹാബിയൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വഹാബിയുടെ പുസ്തകം നോക്കുമ്പോ അതിൽ വഹാബികളുടെ ചർച്ച എവിടെയാണ്? നിങ്ങൾ മന്ത്രി ചൂതണോ ഊതണ്ടേ എന്നതല്ല, മറിച്ച് മന്ത്രി ചൂതുമ്പോ ഊതേണ്ടത് ഓതനീന്റെ മുമ്പാണോ ശേഷാണോ എന്നുള്ളടുത്ത വഹാബികളെ തർക്കം. അവിടേക്ക് ഇപ്പൊ കാര്യങ്ങളെത്തി. കോയിമുട്ടിയും തകിടും അല്ലാത്ത എല്ലാ ചികിത്സയും അവരിപ്പോ ഏറ്റെടുത്തു. ഇവിടെ ആ മുസീബത്തൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തേ. അങ്ങനെ ആര് നോക്കിയാലും കല്യാണം നടക്കണില്ല. അവസാനം എല്ലാരോടും ചോദിച്ചാരോ പറഞ്ഞു, CM വലിയുള്ളാഹിയുടെ തറവാട്ട് വീട്ടിൽ നടക്കുന്ന ഒരു കുത്തുബിയത്തുണ്ട്, അതിൽ പങ്കെടുത്താൽ മകളെ കല്യാണം നടക്കുന്ന ആരോ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്നും അടക്കിയ വഹാബികൾ മുട്ടിപ്പടി സ്വലാത്തിനെത്തും, അത് കുടുങ്ങുമ്പം വരുന്നതാണ്. ഇതുപോലെ മകളെ കല്യാണം നടക്കാൻ വേണ്ടി രാത്രിയാണ് പൊതുവെ വഹാബികൾ പോവുക. ഇത് കുത്തുബിയത്ത് ലേറ്റ് ഇല്ലാത്ത പരിപാടി ആയതുകൊണ്ട് അയാൾക്കൊന്നും കൂടി സൗകര്യമായിരുന്നു മാത്രം. ആ തറവാട്ട് വീട്ടിലെ കുത്തുബിയത്തിൽ കൂടി കുറച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ CM ഓരോ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് പറഞ്ഞു, മുമ്പ് നിങ്ങൾ വേദനിപ്പിച്ചൊരു പണ്ഡിതനുണ്ട്, ആ പണ്ഡിതനെ പൊരുത്തപ്പെടിച്ചാൽ നിങ്ങളുടെ മകളെ വിവാഹം നടക്കുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വഹാബി ആ തറവാട്ട് വീട്ടിൽ കുത്തുബിയത്തിന് നേതൃത്വം കൊടുക്കുന്ന CM അബൂബക്കർ സഖാഫിയുടെ അടുത്തെത്തി. എന്നെ ഉസ്താദിന്റെ അടുത്തൊന്ന് കൊണ്ടുപോകണം, എനിക്ക് ഉസ്താദിനെ ഒന്ന് പൊരുത്തപ്പെടിക്കണം. സഖാഫി ചോദിച്ചു, നിങ്ങൾ വഹാബിയല്ലേ? CM എന്നോടങ്ങനെ പറഞ്ഞു എന്ന് വഹാബി പറഞ്ഞപ്പോൾ സഖാഫി ചോദിച്ചു, നിങ്ങൾ വഹാബിയല്ലേ? നിങ്ങൾ CMന്റെ അടുത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അയാള് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ CMന്റെ അടുത്ത് വന്നിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ കോഴിക്കോട്ടങ്ങാടിയിൽ നിൽക്കുമ്പോ ഒരാളുടെ പിറകെ ഒരാൾ കൂട്ടമോടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനൊരാളോട് ചോദിച്ചു, ആ പോകുന്ന ആളാരാണ്? അയാള് പറഞ്ഞു, അത് CM വലിയുള്ളാഹിയാണ്. വല്ലാഹി അന്ന് ഞാൻ കോഴിക്കോട് വെച്ച് കണ്ട മുഖം തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, അത് CM തന്നെയാണ്. ആ വഹാബിയെയും കൂട്ടി മഹാനായ ഉസ്താദിന്റെ അടുത്ത് സഖാഫി ചെല്ലുകയാണ്. സുഹൃത്തുക്കളെ, ആ വഹാബി തന്റെ വിഷയമൊക്കെ വന്നു പറയുമ്പോൾ ആ ശൈഖുന തന്റെ കീശയിൽ നിന്ന് 500ന്റെ നോട്ടെടുത്ത് ആ വഹാബിയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ടതാ എന്നിട്ട് ദുആ ചെയ്ത് യാത്രയാക്കാൻ ഒരുങ്ങുമ്പോൾ ഉസ്താദിന്റെ കയ്യും പിടിച്ച് നിറകണ്ണുകളോടെ ആ മനുഷ്യൻ പറയുകയാണ്, ഉസ്താദേ, ഞാനിനി വഹാബിയല്ല. അന്ന് അങ്ങയുടെ നെഞ്ചിലേക്ക് ഞാൻ കല്ലെറിഞ്ഞപ്പോൾ അവിടെ വെച്ചങ്ങ് ദുആ ചെയ്തതിന്നും എന്റെ മനസ്സിലുണ്ട്. അല്ലാഹുവേ, ആ എറിഞ്ഞ മനുഷ്യന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ആയിരക്കണക്കിന് അനുയായികൾ റോട്ടിലിറങ്ങി ആലിമീങ്ങളെ നിന്ദിക്കുമ്പോ നാവ് തുറക്കാത്തത് ആത്മീയതയല്ല. ആലിമീങ്ങളെ കോലം കെട്ടി തെറി വിളിക്കുമ്പോ തൊള്ള തുറക്കാത്തത് ആത്മീയതയല്ല. നിരപരാധികളായ മുസ്ലിമീങ്ങളെ സംഘടനാ വൈര്യത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുമ്പോ അരുതെന്ന് പറയാത്തത് ആത്മീയതയല്ല.
ദീനു അന്നസീഹാ ഖാല റസൂലുള്ളാഹി. എതിർത്തവനോടും ഗുണകാംക്ഷ വേണോ, തോൽപ്പിക്കാൻ പറഞ്ഞവനോടും ഗുണകാംക്ഷ വേണോ, ആക്ഷേപിച്ചവനോടും ഗുണകാംക്ഷ വേണോ, അവഹേളിച്ചവനും നന്നായി കിട്ടണമെന്ന ചിന്ത വേണം. അതാണ് ദീനെന്ന് പറഞ്ഞാൽ. ഉസ്താദിന്റെ മുന്നിൽ വെച്ച് വഹാബി പറയാണ്, അന്ന് നിങ്ങളെ നെഞ്ചിലേക്ക് ഞാൻ കല്ലെറിയുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ നടത്തിയതേയുണ്ട്. അത് ഞാൻ നശിക്കണമെന്നല്ല, ഞാൻ തകരണമെന്നല്ല, അവനും നീ ഹിദായത്ത് കൊടുക്കണേ അല്ല. എനിക്ക് വേണ്ടിയാണ് അങ്ങ് ദുആ ചെയ്തത്, ഇനി എനിക്ക് വഹാബി ആകാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഈ ഒരു ആത്മീയതയുടെ വഴിയിലാണ് നമ്മുടെ പ്രസ്ഥാനം നമ്മെ ചലിപ്പിക്കുന്നത്. ആ വഴിയിലേക്കാണ് SSF വളർന്നു വരുന്ന തലമുറയെ കൊണ്ടുപോകുന്നത്. ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, കാലം വളരെ മോശമാണ്. വളർന്നു വരുന്ന തലമുറ ചതിക്കുഴിയിൽപ്പെടാൻ ഒരുപാട് സാഹചര്യമുള്ള കാലഘട്ടമാണ്. അവിടെ നമ്മുടെ തലമുറയെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കൊരു കവചം വേണ്ടേ? അതാണ് SSF. ഞാൻ ഓർക്കുകയാണ്, കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ബാദുഷാ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അരികിൽ വരണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ബാദുഷാ എന്ന് പറയുന്ന പ്രവർത്തകൻ നോളേജ് സിറ്റിയുടെ തറക്കല്ലിടൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ബാദുഷാ സഹോദരന്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ഞാന് AP ഉസ്താദ് ഹയാത്തിലുള്ള കാലത്ത് മരിച്ചാൽ ഉസ്താദ് എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരുമല്ലോ എന്ന് ഉമ്മയോടൊരു വെറുതെ ഒരു വാക്കു പറഞ്ഞു. മുറ്റത്തുള്ള ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റോട്ടിൽ കുറച്ച് സഞ്ചരിക്കുമ്പോ എതിരെ വന്ന വാഹനത്തിൽ തട്ടി ബാദുഷാ റോട്ടിൽ ആക്സിഡന്റിൽപ്പെട്ട് മരിക്കുകയാണ്. ആ ബാദുഷയുടെ ശരീരം റോട്ടിൽ ചെതറിക്കിടക്കുമ്പോ ബാദുഷയുടെ രക്തത്തിൽ കലർന്നുകൊണ്ട് റോട്ടിൽ കിടക്കുന്നത് SSFന്റെ സർക്കുലറാണ്. ആ സെക്ടറിൽ വിതരണം ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ സൂക്ഷിച്ച സർക്കുലറുകൾ. സുഹൃത്തുക്കളെ, ബാദുഷാ ആഗ്രഹിച്ചതുപോലെ 100 കണക്കിന് ആലിമീങ്ങൾ ആ ബാദുഷന്റെ ജനാസക്കരികിലെത്തുകയാണ്. AP ഉസ്താദ് ബാദുഷന്റെ ജനാസ നിസ്കരിക്കുമ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും കണ്ണീരൊഴുക്കുകയാണ്. റബ്ബേ, എന്റെ മോൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്ര വലിയൊരു ആലിമിന്റെ ജനാസ കാർമ്മികത്വത്തിന് അത്ര പവറിലേക്ക് ഉയർന്നല്ലോ. എന്റെ മകൻ മരിച്ചാലും എനിക്കൊരാശ്വാസമുണ്ട്, എനിക്കൊരു സമാധാനമുണ്ട്. ആ ഒരു സമാധാനമാണ് ഉമ്മമാരെ ഹയാത്ത് കാലത്തും ഖബറിലും SSF നമുക്ക് തരുന്നത്. ആ ബാദുഷ മരിക്കണീന്റെ കുറച്ചു മുമ്പ് വീട്ടുമുറ്റത്തൊരു സ്റ്റേജ് വെച്ചിട്ട് പറഞ്ഞു, എല്ലാ മാസവും ഇവിടെ ഒരു ബുർദ നടത്തണം. അത് നടത്തുന്നതിന് മുമ്പ് ബാദുഷ മരിച്ചുപോയി, അള്ളാഹു ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. ബാപ്പ തീരുമാനിച്ചു, ബാദുഷ നിശ്ചയിച്ചതുപോലെ എല്ലാ മാസവും അവിടെ ബുർദ നടക്കുകയാണ്. സഹോദരങ്ങളെ, തൊട്ടടുത്തുള്ള സ്ത്രീകളും ഉമ്മമാരും ബാദുഷയുടെ പേരിൽ ആ വീട്ടിൽ നടക്കുന്ന ബുർദയുടെ മജ്ലിസിലേക്ക് ദാനധർമ്മങ്ങൾ നൽകുന്നു, നീർച്ച നൽകുന്നു, ചീരിണി നൽകുന്നു. ഒരു SSFകാരന്റെ പേരിൽ നേർച്ചയാക്കി ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നത് അനുഭവമുള്ളതായി ആളുകൾ പറയുകയാണ്. അതാണ് ഇഖ്ലാസുള്ള ഒരു SSFകാരൻ. അള്ളാഹു നമ്മെ അവൻ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഖാദിമീങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നാളെയും ഇവിടെ പരിപാടിയുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസൊക്കെയും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാരും ഒരു അല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരന്മാരെ, ദിക്റ് ചൊല്ലുന്ന കൂട്ടത്തിൽ എന്റെ നാട്ടിലൊരു സാധുവായ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ട്. അതിനൊരു 5 പവൻ ആ കുടുംബത്തിന്റെ വിഷമം കണ്ട് ഞാൻ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞതാണ്. ഒന്നും സ്ഥാപനത്തിന്റെ ഒരുപാട് ബാധ്യത ഉണ്ട്.
കുറെ ആളുകളെ കണ്ട് ഒരു വഹാബികൾ മാത്രമുള്ള സ്ഥലത്ത് ഒരു അരേക്കർ സ്ഥലം ഒരു പള്ളി മദ്രസ എടുക്കാൻ വേണ്ടി കച്ചവടം ചെയ്ത് ഈ മാസാവസാനം 10 ലക്ഷം കൊടുക്കേണ്ട വലിയൊരു ബാധ്യത ഉണ്ട്. 90 ലക്ഷം റുപ്യന്റെ ബാധ്യതയാണ്. പക്ഷെ ഇതൊരു സാധു പെൺകുട്ടിയാണ്, അതിനൊന്നും കയ്യിലായിട്ടില്ല. അള്ളാഹു ഇത്തരം സാധുക്കൾക്ക് വേണ്ടി കൈനീട്ടുന്നതിന്റെ ഹക്കുകൊണ്ട് നമുക്ക് വേണ്ടി മറ്റൊരാളോട് കൈനീട്ടുന്ന ഗതികേടുന്ന അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. പെട്ടെന്ന് മരിപ്പിച്ച് അള്ളാഹു നമ്മുടെ മക്കളെ യതീമുകളാക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ആ കുട്ടിയുടെ കല്യാണത്തിന് കുറച്ച് സ്വർണം വാങ്ങാൻ ഒരു ചെറിയ സദസ്സാണ്, 1000 റുപ്യ തരാൻ പറ്റിയ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടാകും. അള്ളാഹു ഇത്തരം സ്വതക്കയുടെ ഹക്കുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ സന്തോഷത്തിലാക്കി പെരുമാറാവും.